അതായത് 2019 ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിനകത്ത് ഞാനൊരു 4 to 6 months 7 months മാത്രമേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിനകത്തുനിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നില്ല അന്ന് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഒൺലി ഫോർ മൈ പാഷൻ. അന്നൊക്കെ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഞാൻ കൂടുതലും ഇടാറുള്ളത്. ഒരു കയ്യിൽ ഫോൺ ഉണ്ടാവും, ഒരു കയ്യിൽ തവി വെച്ചിളക്കും, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 to 7 months വീഡിയോ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു MBA ക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ MBA ക്ക് ജോയിൻ ചെയ്ത് ലോക്ക്ഡൗൺ ആണെങ്കിലും ഫസ്റ്റ് കുറച്ച് സമയം ഒരു 2-3 months നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. ആഫ്റ്റർ ദാറ്റ് കോളേജിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ പിന്നെ പതുക്കെ എനിക്ക് സമയം കിട്ടാണ്ടായി. യൂട്യൂബിൽ വീഡിയോ കുറഞ്ഞു വന്നു. ഓൺലി ഫോർ ഇൻസ്റ്റയ്ക്കകത്ത് മാത്രം പോസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. കാരണം പഠിത്തത്തിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തു. നമ്മുടെ ഫ്രണ്ട്സിന്റെ ട്രോൾ വീഡിയോസ്, അങ്ങനെ ഫ്രണ്ട്സുമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് ഞാൻ ചുരുങ്ങി. യൂട്യൂബ് ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോസ് കാണാതിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ കുറച്ച് കയ്യിലെണ്ണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കായിരുന്നു, ബെറ്റ്സ് വെരി ചെറിയ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അവരെങ്കിലും ഒരു കുറച്ച് പേര്, 10 പേരെങ്കിൽ 10 പേരെങ്കിലും ആ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുമായിരുന്നു അപ്പോഴൊക്കെ. അങ്ങനെ MBA ഒക്കെ കഴിഞ്ഞ് മുംബൈയിൽ ജോലിക്ക് പോയി. ആഫ്റ്റർ ദാറ്റ് ദുബായിൽ ജോലിക്ക് പോയി. അപ്പോഴൊക്കെ യൂട്യൂബ് ഒന്നും നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല. യൂട്യൂബ് മറന്നിട്ടില്ല. ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനിട്ട എന്റെ പഴയ വീഡിയോസ് തന്നെ ഞാൻ കണ്ട് സന്തോഷം കണ്ടെത്തും. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒതുങ്ങി. നമ്മുടെ നെക്സ്റ്റ് ഒരു ലൈഫ് ജേർണിയിലേക്ക് നമ്മൾ പോവാണ്. ആഫ്റ്റർ എഡ്യൂക്കേഷൻ, ജോലി, നമ്മുടെ കാര്യം നോക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, അങ്ങനെയുള്ള ഇത് പാഷൻ കൂടെ ഉണ്ടെങ്കിലും ബട്ട് എന്താ പറയാ, നമ്മള് ആ ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ച് എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല.